അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു എപ്പോഴും അവനിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളിൽ ചിലതാണ് നമ്മൾ പറഞ്ഞു പോരുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം കൂടെയാണ് ചേർത്ത് പറയാനുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നിലേക്ക് ചേർത്ത് നിർത്തുകയാണ്. അള്ളാഹുവിനോട് ഉള്ള സ്നേഹം എങ്ങനെയാണ് സാധിക്കുക? റബ്ബിനോട് എങ്ങനെയാണ് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുക? അള്ളാഹു നമുക്ക് നമ്മുടെ മുന്നിൽ നേരിട്ട് യഥാർത്ഥത്തിൽ പ്രദർശിക്കപ്പെടുന്നില്ല. അവൻ്റെ അധികാരങ്ങൾക്ക് കീഴിൽ വിധേയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നത് ശരിയാണ്. പക്ഷേ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ ഉൾക്കൊള്ളാനും അനുഭവിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ അവൻ്റെ കഴിവുകൊണ്ട് സാധിക്കുന്നുവെങ്കിൽ ബാഹ്യമായ ഒരു രൂപത്തിലൂടെ സാധിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിലേക്ക് ആ സ്നേഹത്തെ പ്രകടിപ്പിക്കാനുള്ള, ആ അർത്ഥത്തിലുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാനുള്ള മധ്യവർത്തി ആര് എന്ന് ചോദിച്ചാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. യഥാർത്ഥത്തിൽ ആ ഒരാശയത്തിലേക്ക് ഖുർആൻ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. വളരെ കൃത്യമായി അള്ളാഹു പറയുകയാണ്, നബിയെ തങ്ങൾ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. റബ്ബിനോടുള്ള ഇഷ്ടത്തിൻ്റെ പ്രതികരണങ്ങൾ നേരിട്ട് റബ്ബിലേക്ക് കാണിക്കാൻ കഴിയാത്ത പരിമിതിയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരിഹാരമായി അള്ളാഹു പറയുന്ന എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്താണ്? ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ മതി. ഞാൻ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രതികരിച്ചാൽ മതി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഹിതത്തിനനുസരിച്ച് നമ്മൾ നിന്നുകൊടുത്താൽ, നമ്മൾ പ്രതികരിച്ചാൽ, അവിടുത്തെ അനുധാവനം ചെയ്താൽ, ആ അനുധാവനം കൊണ്ട് യുഹ്ബബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം തിരിച്ചു കിട്ടണം, അള്ളാഹുവിനോട് ഇഷ്ടം അങ്ങോട്ട് കാണിക്കണം. അള്ളാഹുവിനോട് ഇഷ്ടം അങ്ങോട്ട് കാണിക്കാനും ആ കാണിച്ച ഇഷ്ടത്തിൻ്റെ ബൈ പ്രൊഡക്റ്റായി നമുക്ക് ഇങ്ങോട്ട് സ്നേഹം കിട്ടാനുമുള്ള ഇടയിൽ നിൽക്കുന്ന അതിൻ്റെ മധ്യവർത്തി എന്ന് പറയുന്നത്, അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന വഴി തുറക്കുന്നത് അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ അപ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കലാണത് എന്നാണ് അള്ളാഹു പറയുന്നത്. ആ ഇഷ്ടപ്രകടനം നമ്മൾ നടത്തിയാലോ അള്ളാഹു തിരിച്ചു നമ്മളോട് ഇഷ്ടം കാണിക്കുമെന്നാണ്. ആകത്തുക നമ്മൾ ചെയ്യേണ്ടത് റബ്ബിനെ ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ നിർവഹിക്കേണ്ടത്, റബ്ബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം കാണിക്കുക, അവിടുത്തെ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയായാൽ നമുക്ക് ആ റബ്ബിനോടുള്ള സ്നേഹം, റബ്ബിൽ നിന്ന് ഇങ്ങോട്ടുള്ള സ്നേഹം കിട്ടും. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങൾ മുഴുവനും പുറത്തു തരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ലിയർ ചെയ്യപ്പെടാനുള്ള വഴി കൂടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിതത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിലൂടെ നമുക്ക് റബ്ബിലേക്ക് ചേരാനുള്ള വഴി നൽകപ്പെടുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചും അവിടുത്തെ ഇത്തിബാഅ് ചെയ്തും റബ്ബിലേക്ക് ചേരാനും അവൻ്റെ സ്നേഹം സമ്പാദിക്കാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.